ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഇലക്ട്രോമാഗ്നറ്റിസം ചാപ്റ്ററിലെ ഒരു ഷോർട്ട് ട്രിക്കാണ് പരിചയപ്പെടുന്നത്. ഇത് നിങ്ങൾക്ക് ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ റൂളിലേക്ക് പോകാം. അതാണ് സ്നോ റൂൾ. ഓക്കെ, സ്നോ എന്നുകൊണ്ട് എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? കണ്ടക്ടർ, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലെ കറണ്ടിൻ്റെ ഡയറക്ഷൻ സൗത്ത് ടു നോർത്ത് ആയിരിക്കണം. ഓക്കെ, അതേപോലെ മാഗ്നറ്റിക് കോമ്പസിൻ്റെ മണ്ടയിലായിരിക്കണം നമ്മൾ ആരെ വെച്ചിരിക്കേണ്ടത്? കണ്ടക്ടറിനെ വെച്ചേക്കേണ്ടത്. ദ കണ്ടക്ടർ ഇസ് പ്ലേസ്ഡ് ഓവർ ദ മാഗ്നറ്റിക് കോമ്പസ്. മാഗ്നറ്റിക് കോമ്പസിൻ്റെ മണ്ടയിൽ നമ്മളൊരു കണ്ടക്ടറിനെ പ്ലേസ് ചെയ്തു. ആ കണ്ടക്ടറിന്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ സൗത്ത് ടു നോർത്ത് ആണെങ്കിൽ ഉറപ്പായിട്ടും ആ കോമ്പസ് എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും? വെസ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. ഈ ക്വസ്റ്റൻ നോക്കി കഴിഞ്ഞാൽ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കല്ലേ ഫ്ലോ ചെയ്യുന്നത്? ദാറ്റ് മീൻസ് ഹിയർ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് ഇസ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. എ ടു ബി ഡയറക്ഷൻ നിങ്ങൾ കോമ്പസിൽ നോക്കിയാൽ എന്ത് കാണാൻ പറ്റും? എ ടു ബി ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സൗത്ത് ടു നോർത്ത് ഡയറക്ഷൻ ആണല്ലോ. അതേപോലെ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ കണ്ടക്ടർ മാഗ്നറ്റിക് കോമ്പസിന് മുകളിലല്ലേ? ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് കോമ്പസ്. അതിന്റെ മുകളിലാണ് ആരിയ്ക്കുന്നത്? കണ്ടക്ടർ എ ബി ഇരിക്കുന്നത് ആണല്ലോ. അപ്പം ഓവർ ദ വയർ എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തല്ലോ. സൗത്ത് ടു നോർത്ത് എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഓവർ ദ വയർ എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഡിഫ്ലക്ഷൻ എങ്ങോട്ടായിരിക്കും? വെസ്റ്റിലേക്കായിരിക്കും. ഓക്കെ, അതായത് ഈ കോമ്പസ് എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും? വെസ്റ്റ് വേർഡ് ഡിഫ്ലക്ഷൻ കാണിക്കും. ഓക്കെ, ഇതാണ് ബേസിക്കലി സ്നോ റൂൾ. ഇനി ഡയറക്ഷൻ ഓഫ് കറണ്ട് ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ നോക്കാം. ഞാൻ ആദ്യമേ ചെയ്യുന്നത് ഈ ബാറ്ററിയും ഡിസ്കണക്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ച് കണക്ട് ചെയ്തു. അതായത് ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും. നമുക്കറിയാം കറണ്ട് എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് ഇനി എങ്ങനെ ഫ്ലോ ചെയ്യും? ബിയിൽ നിന്ന് എയിലേക്കല്ലേ ഫ്ലോ ചെയ്യുന്നത്? ബി ടു എ ഡയറക്ഷൻ എന്ന് പറയുന്നത് കോമ്പസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ബി ടു എ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനാണ്? നോർത്ത് ടു സൗത്ത് ഡയറക്ഷനാണ് അല്ലേ? പക്ഷേ കണ്ടക്ടറിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. കണ്ടക്ടർ ഇപ്പോഴും എന്താണ്? നമ്മുടെ മാഗ്നറ്റിക് നീഡിലിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് കോമ്പസിൻ്റെ മുകളിലാണ് ആരിയ്ക്കുന്നത്? കണ്ടക്ടർ ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പം നോർത്ത് ടു സൗത്ത് മാത്രമേ ചേഞ്ച് വന്നുള്ളൂ. കണ്ടക്ടർ ഇപ്പോഴും എന്താണ്? ഓവർ ദ വയർ ആണ്. കണ്ടക്ടർ ഇപ്പോഴും എന്താണ്? ഓവർ ദ കോമ്പസ് ആണ്. കോമ്പസിന്റെ മണ്ടയിലാണ് ഇപ്പോഴും ആരിയ്ക്കുന്നത്? കണ്ടക്ടർ ഇരിക്കുന്നത്. അപ്പം നോർത്ത് ടു സൗത്ത് മാറി. സൗത്ത് ടു നോർത്ത് എന്നുള്ളത് മാറി എന്തായി? നോർത്ത് ടു സൗത്ത് ആയി മാറി. അപ്പോൾ ഒരു കണ്ടീഷനല്ലേ മാറിയുള്ളൂ. സ്നോ റൂളുമായിട്ട് നോക്കി കഴിയുമ്പോൾ ഒരു കണ്ടീഷനല്ലേ മാറിയുള്ളൂ. നോർത്ത് ടു സൗത്ത് മാറിയില്ലേ? സൗത്ത് ടു നോർത്ത് ആണ് ആക്ച്വലി വരേണ്ടത്. അത് മാറി എന്തായി? നോർത്ത് ടു സൗത്ത് ആയി. ഓവർ ദ വയർ അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വെസ്റ്റ് മാറിയിട്ട് എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും? ഈസ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കേസിൽ കണ്ടക്ടർ എങ്ങോട്ടായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത്? ഈസ്റ്റിലേക്കായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത പോസിബിലിറ്റി, ഞാൻ ബാറ്ററിനെ ഒന്നും ചെയ്തില്ല. ഈ കോമ്പസ് നീഡിലിനെ ഞാൻ നേരെ എടുത്ത് മണ്ടേ കൊണ്ടുപോയി. കോമ്പസ് നീഡിലിനെ നേരെ എടുത്ത് മണ്ടേ കൊണ്ടുപോയപ്പോൾ എന്ത് സംഭവിച്ചു? കണ്ടക്ടർ ഇപ്പോൾ നീഡിലിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് കോമ്പസിൻ്റെ താഴെ വന്നു. ഓക്കെ, കണ്ടക്ടർ മാഗ്നറ്റിക് കോമ്പസിൻ്റെ താഴെ വന്നു. അതായത് അണ്ടർ ദ വയറായി. കറണ്ടിൻ്റെ ഡയറക്ഷൻ വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ? ഇല്ല. കറണ്ട് ഡയറക്ഷൻ ഒരു വ്യത്യാസം വന്നിട്ടില്ല. കറണ്ട് സ്റ്റിൽ ഫ്രം എ ടു ബി. എ ടു ബി എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷൻ നോക്കിക്കേ? സൗത്ത് ടു നോർത്ത് ഡയറക്ഷൻ അല്ലേ? കണ്ടക്ടർ ഇപ്പോൾ എന്ത് ചെയ്തു? മാഗ്നറ്റിക് കോമ്പസിൻ്റെ താഴെ വന്നു. താഴെ എന്ന് പറയുമ്പം അണ്ടർ ദ വയർ അല്ലേ? അപ്പോൾ സൗത്ത് ടു നോർത്ത് അതേപോലെ ഉണ്ട്. പക്ഷേ ഓവർ മാറി എന്തായി? അണ്ടറായി. ഒരു കണ്ടീഷൻ മാത്രമല്ലേ മാറിയുള്ളൂ. ഒരു കണ്ടീഷൻ മാറിക്കഴിഞ്ഞാൽ വെസ്റ്റ് മാറി എന്താവും? ഈസ്റ്റ് ആവും. അപ്പോൾ ഈ കേസിൽ നമ്മുടെ മാഗ്നറ്റിക് കോമ്പസ് എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും? ഈസ്റ്റ് ഡിഫ്ലക്ഷൻ കാണിക്കും. ഓക്കെ, ഇനി അടുത്ത പോസിബിലിറ്റി ഞാൻ രണ്ട് മാറ്റി. അതായത് താഴെ ഇരുന്ന മാഗ്നറ്റിക് കോമ്പസിനെ ഞാൻ കൊണ്ടുപോയി മുകളിലും വെച്ചു. അതേപോലെ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സും ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കിക്കേ. ഇവിടെ കറണ്ട് ഡയറക്ഷൻ എങ്ങനെയാണ്? ഇപ്പം ബി ടു എ അല്ലേ? ബി ടു എ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏത് ഡയറക്ഷനാണ്? നോർത്ത് ടു സൗത്ത് ആണ് ആണല്ലോ. നോർത്ത് ടു സൗത്ത് ആണ്. അതേപോലെ നമ്മുടെ കണ്ടക്ടർ ഇപ്പോൾ എന്ത് ചെയ്തു? കോമ്പസിൻ്റെ താഴെയാണ് വന്നത്. കണ്ടക്ടർ ഇപ്പോൾ കോമ്പസിൻ്റെ താഴെയാണ് വന്നത്. അപ്പം ഓവർ മാറിയിട്ട് എന്തായി? അണ്ടർ ദ വയർ ആയില്ലേ? അതായത് രണ്ടിന് മാറ്റം വന്നില്ലേ? നമ്മുടെ സ്നോ റൂളുമായിട്ട് കമ്പയർ ചെയ്ത എസ് എൻ മാറി എന്തായി? എൻ എസ് ആയി. ഓവർ മാറി എന്തായി? അണ്ടർ ആയി. രണ്ടിലും ചേഞ്ച് വന്നാൽ ഡയറക്ഷനിൽ ഒരു ചേഞ്ച് വരത്തില്ല. ഇറ്റ് വിൽ സ്റ്റിൽ ഷോ വെസ്റ്റ് ഡിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ ഇപ്പോഴും കണ്ടക്ടർ എന്തായിരിക്കും? സ്റ്റിൽ കാണിക്കുന്നത് വെസ്റ്റ് വേർഡ് ഡിഫ്ലക്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ സ്നോ റൂള് പഠിക്കുക. ഏതെങ്കിലും ഒരു കണ്ടീഷന് മാറ്റം വന്നാൽ വെസ്റ്റ് മാറിയിട്ട് ഈസ്റ്റ് ആവും. രണ്ട് കണ്ടീഷൻസിലും ചേഞ്ച് വന്നാൽ അത് സ്റ്റിൽ എന്ത് കാണിക്കും? വെസ്റ്റ് ഡിഫ്ലക്ഷൻ കാണിക്കും. ഓക്കെ, ഈ റൂൾ വെച്ച് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കോമെൻറ്റ് ഡൗൺ. ഓക്കെ, താങ്ക് യു.